ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله فإن خير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم ബഹുമാന്യരായ സത്വിശ്വാസികളെ വിശ്വാസികൾ അല്ലാഹുവിൻ്റെ നിയമവിധികൾ ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വ്യക്തികൾ എന്ന നിലയ്ക്ക് മറ്റുള്ളവർ നമ്മളോട് ഏറ്റവും നല്ല രീതിയിൽ മാന്യമായി പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടി പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഏർപ്പെടുന്നുണ്ട്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സ്വഭാവ പെരുമാറ്റങ്ങൾ ഏറ്റവും മികച്ചതാക്കാനുള്ള ഒട്ടേറെ ട്രെയിനിങ്ങുകളൊക്കെ നാട്ടിൽ നടത്തുന്നതായി കാണാൻ കഴിയും. സോഫ്റ്റ് സ്കില്ലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ട്രെയിനിങ്ങുകൾ പലപ്പോഴും ജീവിതത്തിൽ ഉയർന്ന പൊസിഷനിലെത്തുക, നല്ല ജോലി ലഭിക്കുക, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ ഇടപെടേണ്ട സന്ദർഭത്തിൽ ഭൗതികമായ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള നമ്മുടെ സ്വഭാവ പെരുമാറ്റങ്ങളൊക്കെ മികച്ചതാക്കണമെന്ന് നാം ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യാറുണ്ട്. എന്നാൽ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക്, ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മുടെ സ്വഭാവ ഗുണഗണങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ ഏറ്റവും മികച്ചതാകണം എന്നുള്ളത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നാളെ പാരത്രിക ലോകത്ത് ഒരു മനുഷ്യൻ പരിഗണിക്കപ്പെടുന്നത് അയാളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, മാമിൻ ഷൈഇൻ അസ്കലു ഫീ മീസാനിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ തുലാസിൽ ഖനം തൂങ്ങുന്ന മറ്റൊന്നും തന്നെയില്ല യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, ഖുലുഖുൻ ഹസൻ മിൻ ഖുലുഖിൻ ഹസൻ, അവന്റെ നല്ല സ്വഭാവത്തെ. അപ്പോൾ നമ്മുടെ തുലാസ് നാളെ നന്മ തിന്മകൾ വളരെ കൃത്യമായി കണക്കാക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ നമ്മുടെ തുലാസുകളിൽ ഏറ്റവും കൂടുതൽ ഘനം തൂങ്ങുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്വഭാവം. ആ സ്വഭാവം ഏറ്റവും മികച്ചതാണെങ്കിൽ, ഏറ്റവും നല്ലതാണെങ്കിൽ അവിടെ നമ്മൾ കൂടുതൽ പരിഗണിക്കപ്പെടുകയും അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുകയും ചെയ്യും. എന്നാൽ ആ സ്വഭാവം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അല്ലെങ്കിൽ മോശമായതാണെങ്കിൽ അവിടെ നാം തിരസ്കരിക്കപ്പെടുമെന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതാണ്. മറ്റൊരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അക്സറുമായി യുദ്ഖലുൻ നാസു അൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവേശിക്കപ്പെടുന്നത് തഖ്വല്ല, അല്ലാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതാബോധമാണ്. അതുപോലെ തന്നെ വഹുസ്നുൽ ഖുൽഖ്, ഏറ്റവും നല്ല സ്വഭാവം. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഭക്തി ഉണ്ടാകുക, തഖ്വയുണ്ടാകുക, അതുപോലെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സ്വഭാവങ്ങൾ ഏറ്റവും മികച്ചതാകുക. ഒരാൾ വളരെ കൃത്യമായി പള്ളിയിൽ വരുന്നു, നമസ്കരിക്കുന്നു, മറ്റു ആരാധനാ കർമ്മങ്ങളൊക്കെ വളരെ ചിട്ടയോടുകൂടി ചെയ്യും. പക്ഷേ ആളുകളുമായി ഇടപഴകുന്ന മേഖലകളിൽ അയാളുടെ പെരുമാറ്റം, അയാളുടെ സ്വഭാവം അത്ര നല്ലതല്ല എന്ന് പറയുന്നു എങ്കിൽ
ഈ ആരാധനാ കർമ്മങ്ങളുടെ സ്വാധീനം അയാളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് വേണം നാം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് നമ്മളൊക്കെ ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമകൾ ആവേണ്ടതുണ്ട്. നോക്കൂ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നിയോഗത്തെ കുറിച്ച് പറഞ്ഞത് ബുഇത്തു അൻ ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, എല്ലാ നല്ല സ്വഭാവങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ആ പ്രവാചകന്റെ അനുചരന്മാരാണ് നാം ഏവരും. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ ഏറ്റവും നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഇന്നക ലഅലാ ഖുൽഖിൻ അദീം, താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയാണ്. അത് പറയാനുണ്ടായ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. മക്കയിലെ മുശ്രിക്കുകളും മറ്റും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചവർ തന്നെ അദ്ദേഹത്തിന്റെ നബുവത്തും അതുപോലെ തന്നെ റിസാലത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടായപ്പോൾ വ്യത്യസ്തമായ ആക്ഷേപങ്ങൾ പ്രവാചകനെതിരെ അവർ നടത്തുകയുണ്ടായി. ആ സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് വഇന്നക ലഅലാ ഖുൽഖിൻ അദീം, താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ പ്രതികരിച്ചത് ഖുലുഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനായി. എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്തൊക്കെ നടപ്പിൽ വരുത്തുവാൻ ആവശ്യപ്പെടുന്നുണ്ടോ, ജീവിതത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ് എന്ന് പറയുന്നുണ്ടോ അതൊക്കെ ഉൾക്കൊള്ളുന്ന, അത് പ്രാവർത്തികമാക്കുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ ഖുർആൻ നിരോധിച്ച വർജിക്കുവാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അത് ജീവിതത്തിൽ നിന്ന് വർജിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അനസ് റളിയല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 10 വർഷം അദ്ദേഹത്തിന്റെ സേവകനായി ജീവിക്കുകയുണ്ടായി. അദ്ദേഹം അനസ് റളിയല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്, ഞാൻ 10 വർഷം അദ്ദേഹത്തിനോടൊപ്പം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും എന്നോട് ഛേ എന്ന ഒരു പദപ്രയോഗം അദ്ദേഹം നടത്തിയിട്ടില്ല. എന്നെ അനാദരിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആത്മവിശ്വാസത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഒരു പരാമർശം പ്രവാചകൻ നടത്തിയിട്ടില്ല. അദ്ദേഹം ഏറ്റവും നല്ല രീതിയിലാണ് എന്നോട് പെരുമാറിയത്. ഞാൻ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്താൽ എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തെ നിന്ദിക്കുന്ന അല്ലെങ്കിൽ കുറവായി കാണുന്ന ഒരു പെരുമാറ്റവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, 10 വർഷം ഒന്നിച്ച് ജീവിച്ച് 10 വർഷം ഒരു വ്യക്തിക്ക് ഭൃത്യനായി സേവനം അനുഷ്ഠിച്ചിട്ട് ആ വ്യക്തിയെ കുറിച്ച് ഒരു മോശമായ പരാമർശം പ്രവാചകൻ നടത്തുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ നല്ല ഗുണഗണങ്ങളെ ഉയർത്തി കാണിക്കുവാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യുന്നു. ആ വ്യക്തിത്വത്തിന്റെ മേന്മ എത്രമാത്രമാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആളുകൾ അടുപ്പിക്കപ്പെടുവാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ ആകർഷിക്കപ്പെടണം, ആളുകളോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പെരുമാറ്റങ്ങൾ ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ നാം മാറേണ്ട ചില സാഹചര്യങ്ങളുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെട്ടതായി വിശുദ്ധ ഖുർആൻ പറയുന്നത് ഫബിമാ റഹ്മത്തുൻ മിനല്ലാഹി ലിൻതലം ഫലൗ കുൻത ഫളൻ വലീനൽ ഖൽബി ലം ഫളു മിൻ ഹൗലിക, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം മുഖേന താങ്കൾ അവരോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്, ലീനുള്ള സൗമ്യഭാവമുള്ള വ്യക്തിത്വമാണ്. വലൗ കുൻത ഫളൻ വലീനൽ ഖൽബി ലം ഫളു മിൻ ഹൗലിക, താങ്കൾ എങ്ങാനും പരുഷ സ്വഭാവിയാണെങ്കിൽ, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാത്ത അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളെ പരിഗണിക്കാത്ത പരുഷ സ്വഭാവമുള്ള ഒരു വ്യക്തിത്വമാണെങ്കിൽ അവർ താങ്കളിൽ നിന്ന് അകന്നു പോകുമായി. അപ്പൊ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആളുകൾ അടുക്കാനുണ്ടായ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നു എന്നുള്ളതാണ്. തുടർന്നുകൊണ്ട് അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വഭാവ ഗുണഗണങ്ങൾ ഏറ്റവും മികച്ചതായി നിലനിർത്തുവാൻ ആവശ്യമായ ചില കാര്യങ്ങൾ പറയുന്നു. ആകയാൽ താങ്കൾ അവർക്ക് മാപ്പ് നൽകും. സ്വാഭാവികമായും ആളുകളുമായി ഇടപെടൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ മാനുഷികമായ വീഴ്ചകൾ സംഭവിക്കാം, നമുക്കൊക്കെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുന്ന സന്ദർഭത്തിൽ പൊറുക്കുവാൻ, ക്ഷമിക്കുവാൻ, അവർക്ക് മാപ്പ് നൽകുവാൻ സാധിക്കുക എന്നുള്ളത് വലിയ വ്യക്തിത്വത്തിന്റെ ഉടമകൾക്ക് മാത്രം സാധിക്കുന്നതാണ്. പ്രത്യേക കൽപ്പനയായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, താങ്കൾ അവർക്ക് മാപ്പ് നൽകും. മാത്രമല്ല അവർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി തരുക. ഒരു വ്യക്തി നമ്മോട് അകാരണമായി നമുക്ക് അനിഷ്ടകരമായ ഒരു കാര്യം ചെയ്യുമ്പോൾ അയാൾക്ക് മാപ്പ്
പ്രാർത്ഥിക്കുവാനുള്ള മനസ്സുണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് ഒരു വ്യക്തിത്വത്തിന്റെ ശ്രേഷ്ഠ ഗുണങ്ങളിൽ ഒരു ഉന്നത വ്യക്തിക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുന്നത് അതാണ്. മാപ്പ് നൽകുക, അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി തേടുക. മാത്രമല്ല കാര്യങ്ങളിൽ അവരുമായി കൂടിയാലോചന നടത്തുക. ഒരു വ്യക്തി എന്ന നിലക്ക് ഭൗതികമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ അതിൽ പാളിച്ചകൾ വീഴ്ചകൾ സംഭവിക്കാം. ഞാൻ മാത്രം പറയും ശരി, എന്റെ ചിന്തകൾ മാത്രം ശരി, ഞാൻ തീരുമാനിക്കുന്നതോ അത് നടപ്പായാൽ മതി എന്ന ചിന്തയില്ല, മറിച്ച് കാര്യങ്ങൾ കൂടിയാലോചിച്ച് നടപ്പാക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. നമ്മളൊക്കെ കുടുംബങ്ങളിൽ കുടുംബനാഥന്മാരാകാം, അല്ലെങ്കിൽ കുടുംബത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള റോളുകളിൽ ഉൾക്കൊള്ളുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ചില സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നവരോ സംഘടനകൾ വർക്ക് ചെയ്യുന്നവരോ. അവിടെയൊക്കെ തന്നെ ഒരു തീരുമാനമെടുക്കുന്ന സന്ദർഭത്തിൽ നമുക്കുണ്ടാവേണ്ട ഏറ്റവും നല്ല ഒരു ഗുണമായി ഖുർആൻ പറയും, കാര്യങ്ങൾ അവരുമായി കൂടിയാലോചന ഇല്ലാതെ എടുക്കുന്ന ഒരു തീരുമാനം, ഒരു വ്യക്തി മാത്രം എടുക്കുന്ന തീരുമാനം, അത് പലതരത്തിലുള്ള പാളിച്ചകൾ സംഭവിച്ചേക്കാം. ആളുകൾക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാകും. ചില അഭിപ്രായങ്ങൾ ഒരു നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ മികച്ച അഭിപ്രായങ്ങൾ അനുയായികൾക്കുണ്ടാവാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി ലഭിക്കുന്ന പ്രവാചകനാണ്. എന്നിട്ട് പോലും വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുന്ന സന്ദർഭത്തിൽ സഹാബിമാരുടെ അഭിപ്രായങ്ങൾ തേടുകയും അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ബദർ യുദ്ധവേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തമ്പടിക്കുവാൻ വേണ്ടി ഒരു സ്ഥലം നിശ്ചയിക്കുകയുണ്ടായി. ചില സഹാബികൾ അഭിപ്രായപ്പെടുകയുണ്ടായി, നമുക്ക് അല്പം കൂടി മുന്നോട്ട് പോയി അവിടെ തമ്പടിക്കുകയാണെങ്കിൽ അവിടെ വെള്ളത്തിന്റെ ലഭ്യതക്കും അതുപോലെ തന്നെ കൂടുതൽ സുരക്ഷിതത്വം നല്ലത് അതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തിന്റെ തീരുമാനം മാറ്റുകയും അങ്ങോട്ട് പോകുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇതുപോലെ പല സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയൊക്കെ തന്നെ ഒരു കൂടിയാലോചന എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഈ കൂടിയാലോചനയ്ക്ക് ശേഷം ഒരു തീരുമാനത്തിലെത്തിയാൽ പിന്നീട് അല്ലാഹുവിൽ ഫലമേൽക്കുക. ചില സന്ദർഭത്തിൽ ആളുകൾ കൂട്ടായ രംഗത്ത്, കുടുംബത്തിലാകട്ടെ, നേരത്തെ പറഞ്ഞ രീതിയിൽ സംഘടനാ രംഗത്തൊക്കെ ആകട്ടെ, നമ്മൾ കൂടിയാലോചിച്ച് ചിലപ്പോൾ ചില തീരുമാനങ്ങളുണ്ട്. എല്ലാ വ്യക്തികളുടെയും അഭിപ്രായങ്ങൾ സ്വീകരിക്കുക ചിലപ്പോൾ പ്രയാസകരമായിരിക്കും. ഒരു ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കൂടുതൽ ഗുണകരം എന്ന് നമുക്ക് തോന്നുന്നതോ ആയ തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ഒരു കൂട്ടായ തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അല്ലാഹുവിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. അങ്ങനെ കൂട്ടായ തീരുമാനത്തിലും ചിലപ്പോൾ വീഴ്ചകൾ സംഭവിക്കുക. ആ വീഴ്ചകൾ സംഭവിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അതല്ല അത് ചെയ്യേണ്ടത്, ഇങ്ങനെ ആയിരിക്കും ചെയ്യേണ്ടത് എന്ന് പറയുന്നതിന് അർത്ഥമില്ല. നമ്മുടെ കൂട്ടായ തീരുമാനത്തെ അംഗീകരിക്കുവാനാണ് വിശ്വാസികൾക്ക് സാധിക്കേണ്ടത്. അപ്പൊ അല്ലാഹു പറയുന്നു, തീരുമാനമെടുത്താൽ അല്ലാഹുവിൽ ഫലമേൽപ്പിക്കുക. അങ്ങനെ ഫലമേൽപ്പിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഫലമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അയാളുടെ പ്രവർത്തനങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ അയാളുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായ ചില കാര്യങ്ങളുണ്ട്. അവിടെ അള്ളാഹുവിന്റെ സഹായം, പ്രപഞ്ച രക്ഷിതാവിന്റെ സഹായം ആവശ്യമാണ്. അങ്ങനെ ആ സഹായത്തെ അവലംബിക്കുവാനാണ് പരമേൽപ്പിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അള്ളാഹു പരമേൽപ്പിച്ച് മുന്നോട്ട് പോകുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി അള്ളാഹു പറയുകയാണ്. അപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആളുകൾ ആകർഷിക്കാനുണ്ടായ പ്രധാന കാരണമായി ഇവിടെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സൗമ്യ സ്വഭാവമായിരുന്നു. ഫിർഔൻ ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരിയായി അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. വിശുദ്ധ ഖുർആൻ അഹങ്കാരി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ വ്യക്തിത്വത്തോട് പോലും എങ്ങനെയാണ് വർത്തിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ വഹി ലഭിച്ചതിന് ശേഷം ഫിർഔനിലേക്ക് പോകുവാൻ മൂസാ നബി കൽപ്പിക്കപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് മൂസയെ താങ്കൾ അവലംബിക്കേണ്ടത്, അഭിമുഖീകരിക്കേണ്ടത് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം, നിങ്ങൾ രണ്ടുപേരും മൂസയിലേക്ക് പോകുക. എന്നിട്ട് ഏറ്റവും സൗമ്യമായ വാക്കുകൾ അവരോട് പറയുകയും ചെയ്തു. ഒരുപക്ഷെ അയാൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഭക്തിയുള്ളവനോ ആയേക്കാമെന്ന് അങ്ങനെ ചിന്തിപ്പിക്കുവാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാക്കുവാൻ ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കണം, പെരുമാറണം അല്ലെങ്കിൽ സംസാരിക്കണം എന്നാണ് നബി കരീം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു നൽകുന്ന സന്ദേശം. നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ രീതിയിൽ ആളുകളുമായി ഇടപെടുന്ന സന്ദർഭത്തിൽ വളരെ കാർക്കശ്യത്തോടുകൂടി, പരുഷഭാവത്തോടുകൂടി, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനപ്പുറം ഒരു ശരിയില്ല എന്ന ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ
സ്വാഭാവികമായും ആളുകൾ അകന്നു പോകും. പ്രത്യേകിച്ച് നേതൃതലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള ചില സ്വഭാവങ്ങളുണ്ടെങ്കിൽ അവിടെ ആളുകൾ അടുക്കപ്പെടുക എന്നുള്ളത് സംഭവിക്കാൻ സാധ്യതയുള്ള ആളുകൾ അകന്നു പോകും. അത് പല നിലക്കാകാം. പറയുന്ന കാര്യങ്ങൾ ആദർശത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വഭാവ മഹിമയെക്കുറിച്ച് അത്തരത്തിലുള്ള ശ്രേഷ്ഠകരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു വ്യക്തിയിൽ അതൊന്നും തന്നെ ഇല്ല എങ്കിൽ ആളുകൾ ഒരിക്കലും അത് അംഗീകരിക്കുകയില്ല. ഖുർആനിലെ ചോദ്യമാണ്. ആളുകളിൽ നിന്ന് നന്മയിലേക്ക് ആ നന്മ കൊണ്ട് കൽപ്പിക്കുന്നു എന്നത് നിങ്ങളുടെ കാര്യത്തിൽ അത് നിങ്ങൾ മറക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നു. നിങ്ങൾ ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. അപ്പൊ നാം പറയുന്ന കാര്യം നമ്മളിൽ ഉണ്ടാവുക എന്നതാണ്. അത് ആദർശപരമായ കാര്യമാവട്ടെ, ഏതെങ്കിലും ജീവിതത്തിന്റെ പ്രത്യേകമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകോപനങ്ങൾക്കോ വിഷമതരായി തന്റെ ആദർശത്തെ പണയം വെക്കുന്ന മറ്റുള്ളവരുടെ മുൻപിൽ കീഴൊതുങ്ങുന്ന ഒരു പ്രകൃത വിശ്വാസമുണ്ടായിക്കുക. അതോടൊപ്പം തന്നെ സ്വഭാവ പെരുമാറ്റ മര്യാദകളെ കുറിച്ചൊക്കെ വളരെ വാദോരാതെ പറയുന്ന ഒരു വ്യക്തി അയാളുടെ പെരുമാറ്റം ആ രീതിയിലാവുന്നില്ല എങ്കിൽ ആ പറച്ചിൽ പ്രത്യേകമായ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാകുകയില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകേണ്ടത്. ഇവിടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. വലാ തസ്തവിൽ ഹസനത്തു വൽ സയ്യിഅ. ഒരിക്കലും നന്മയും തിന്മയും സമമാകില്ല. തിന്മ ചില സന്ദർഭത്തിൽ ആളുകൾ കൂടുതൽ തിന്മ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, ഇത്രയും ആളുകൾ തിന്മകളാണല്ലോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഞാൻ മാത്രം ഇന്ന് ഈ നന്മയിൽ ഉറച്ചു നിൽക്കണം എന്ന് ചിന്തിക്കേണ്ടതില്ല. വലാ തസ്തവിൽ ഹസനത്തു വൽ സയ്യിഅ. തിന്മയും അതുപോലെ തന്നെ നന്മയും ഒരിക്കലും സമമാകില്ല. നന്മയ്ക്ക് അത് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായാലും അതിന് അതിൻ്റെതായ ശ്രേഷ്ഠതയും പവിത്രതയും. തിന്മ എത്ര ആളുകൾ വളരെ കൂടുതൽ ആളുകൾ ചെയ്യുന്നത് എന്നതുകൊണ്ട് ഒരിക്കലും നന്മയായി രൂപാന്തരപ്പെടുകയില്ല. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു, ഏറ്റവും നല്ലതേതോ അതുകൊണ്ട് തിന്മയെ പ്രതിരോധിക്കുക. അത് വലിയ ഒരു വ്യക്തിത്വങ്ങൾക്ക് മാത്രം സാധിക്കുന്നതാണ്. നമ്മളോട് ഒരു അപമര്യാദയായി പെരുമാറുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അപമാനകരമായ വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി, അയാളോട് അതേ നാണയത്തിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് ഭൂരിപക്ഷത്തിന്റെയും ഒരു സ്വഭാവം. പക്ഷേ വിശുദ്ധ ഖുർആൻ പറയുന്നത് തിരിച്ചാണ്. ഏറ്റവും നല്ലതേതോ അതുകൊണ്ട് തിന്മയെ പ്രതിരോധിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നത്? നിന്റെയും അവന്റെയും ഇടയിലുള്ള ശത്രുത ഇല്ലാതായി തീരുകയും അവൻ മികച്ച ഒരു മിത്രമായി തീരുകയും ചെയ്യും. നാം പലപ്പോഴും ശത്രുത വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയോട് അയാളോട് ഏറ്റവും മാന്യമായി പെരുമാറുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. പക്ഷെ അങ്ങനെ പെരുമാറുകയാണെങ്കിൽ ആ ശത്രുത ഇല്ലാതായി അവൻ മിത്രമായി തീരുമെന്ന് അല്ലാഹു പറയുന്നു. മറ്റൊരു ഇടത്ത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ശത്രുതയില്ല അല്ലെങ്കിൽ നമുക്ക് ഉറപ്പുള്ള, നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പക വെച്ച് പുലർത്തുന്ന ഒരാളോട് ന്യായം നീതിപൂർവ്വം വർത്തിക്കുക എന്നുള്ളത് ചിലപ്പോൾ അസാധ്യമായ കാര്യമായി നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഖുർആൻ പറയുന്നത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഒരു സമൂഹത്തോടുള്ള ആ വെറുപ്പ്, അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചുകൂടാ. നിങ്ങൾ നീതിപൂർവ്വം വർത്തിക്കുക, അതാണ് ഭക്തിയോട് തഖ്വയോട് കൂടുതൽ അടുത്തത്. അത് തഖ്വയുമായി ആണ് അല്ലാഹു ബന്ധിപ്പിക്കുന്നത്. ഇവിടെ പറയുന്നു, അങ്ങനെയുള്ള നിങ്ങൾ നല്ല രീതിയിൽ വർത്തിക്കുന്ന സന്ദർഭത്തിൽ ശത്രുതമായി അവൻ മിത്രമാകും എന്നതാണ്. പക്ഷേ ഇത് കഴിയണമെങ്കിൽ അല്പം ക്ഷമയും നിശ്ചയദാർഢ്യവുമുള്ള ആളുകൾക്ക് മാത്രമാണ് സാധിക്കുന്നത്. ക്ഷമ പാലിക്കുന്ന ആളുകൾക്കെല്ലാം ഒരിക്കലും അത് സാധിക്കുകയില്ല. അപ്രകാരം തന്നെ അങ്ങേയറ്റത്തെ ഭാഗ്യം സിദ്ധിച്ച ആളുകൾക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. ആ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഭക്തിയും തത്വയും സൂക്ഷ്മഭാവവും ഉണ്ടെങ്കിൽ നമ്മുടെ പെരുമാറ്റവും ആ രീതിയിലാകണം എന്ന് നാം ആഗ്രഹിക്കുകയും അതിന് വേണ്ടി വർത്തിക്കുകയും ചെയ്യുന്നത്. നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ച് ലഭിക്കുന്നത്. ഒരിക്കൽ ഒരു ഹൈസ്കൂൾ ക്ലാസ് റൂമിൽ ആ വിദ്യാലയത്തിലെ പ്രഥമാധ്യാപകന്മാർ കുട്ടികളോട് 40 കുട്ടികളുടെ ആ ക്ലാസ്സിലെ കുട്ടികളോട് മുഴുവൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായി, നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 ആളുകളുടെ പേരെഴുതുക. കുട്ടികൾ 10 ആളുകളുടെ പേരെഴുതിയപ്പോൾ അധ്യാപകൻ പറഞ്ഞു, ഇനി നിങ്ങൾ വെറുക്കുന്ന 10 ആളുകളുടെ പേരും എഴുതുക. അങ്ങനെ അത് പരിശോധിച്ചു. അധ്യാപകൻ പരിശോധിച്ച സന്ദർഭത്തിൽ എല്ലാ കുട്ടികളും 40-ൽ 39 കുട്ടികളും എഴുതിയ ഒരു പേരുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടു. അധ്യാപകൻ ആ കുട്ടിയെ വിളിച്ച് ചോദിച്ചു, നിന്റെ പേര് എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ, എന്താണ് കാരണം?
അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ച സന്ദർഭത്തിൽ അതോടൊപ്പം തന്നെ അധ്യാപകൻ ഈ വെറുക്കപ്പെട്ട ആൾ, നിങ്ങൾക്ക് വെറുപ്പുള്ള, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത 10 ആളുകളുടെ പേര് എഴുതാൻ പറഞ്ഞപ്പോൾ ഈ കുട്ടി, എല്ലാവരുടെ പേരെഴുതപ്പെട്ട ആ കുട്ടി ഒരാളുടെ പേര് കുട്ടി എഴുതിയിരുന്നില്ല. എന്തുകൊണ്ട് നീ അങ്ങനെ എഴുതുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആരോടും വെറുപ്പില്ല, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. ആ കുട്ടി മറ്റുള്ളവർക്കൊക്കെ സ്നേഹം നൽകുന്നു, അതുകൊണ്ട് ആ കുട്ടിയുടെ പേര് എല്ലാവർക്കും പ്രിയപ്പെട്ടതായി. വെറുപ്പ് എഴുതിയ ആളുകൾ അത് ഈ അധ്യാപകൻ പരിശോധിച്ച ആ സന്ദർഭത്തിൽ 10 കുട്ടികളുടെ പേര് എഴുതിയ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. വെറുക്കപ്പെടുന്നു, മറ്റുള്ള കുട്ടികളെ വെറുക്കുന്നു. മറ്റുള്ളവരുടെയൊക്കെ ലിസ്റ്റ് പരിശോധിച്ച സന്ദർഭത്തിൽ ഈ 10 കുട്ടികളുടെ പേര് എഴുതിയ ആ കുട്ടിയുടെ പേര് വെറുക്കപ്പെടുന്നവരുടെ ലിസ്റ്റിൽ എല്ലാവരുടെയും ലിസ്റ്റിൽ കൂടുകയാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് എന്താണോ നാം അങ്ങോട്ട് നൽകുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഈ നല്ല സ്വഭാവത്തിനുടമയായി എല്ലാവരും പേരെഴുതപ്പെട്ട കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആരെയും വെറുക്കുന്നില്ല, എല്ലാവർക്കും സ്നേഹം കൊടുക്കുന്നു. അതുകൊണ്ട് എല്ലാവരുടെ പേരിലും എല്ലാവരും എഴുതപ്പെട്ട പേരിലും അവന്റെ പേര് വന്നു. വെറുക്കപ്പെട്ട ആ കുട്ടി അവൻ മറ്റുള്ളവരെ വെറുക്കുന്നു, അതുകൊണ്ട് ഇവരെയും വെറുക്കുന്നു എന്നുള്ളതാണ് ഫലമാണ്. ഇത് നമ്മുടെ ഈ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് ചില്ലുകളാൽ അലങ്കരിക്കപ്പെട്ട ഒരു വലിയ ഒരു കൊട്ടാര സമാനമായ ഒരു മുന്നിൽ, അതിന്റെ മുന്നിൽ ഒരു നായകൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് നായകൻ, ഈ ചില്ലുകളിലൊക്കെ നായകൻ. അപ്പൊ ആ നായകനെ വാലാട്ടി. അപ്പൊ മറ്റു നായകൻ ഈ അതിന്റെ പ്രതിബന്ധങ്ങൾ തന്നെയാണ്, അതിങ്ങനെ വാലാട്ടി. കുറച്ചു കഴിഞ്ഞ് മറ്റൊരു നായകൻ, ആ നായകൻ കയറി വന്നപ്പോൾ തന്നെ ഇങ്ങനെ കുരച്ചു ചാടിയുണ്ട്. അപ്പൊ ഈ കാണുന്ന നായകൾ മുഴുവൻ വരുന്നതായി ആ നായകൻ അനുഭവപ്പെട്ടു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താണോ അങ്ങോട്ട് നൽകുന്നത് അതാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു വസ്തു താഴേക്ക് ഇട്ടാൽ മുകളിലേക്ക് വരുന്നത് പോലെ നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നാം എന്ത് നൽകുന്നു അത് നമുക്ക് തിരിച്ചു കിട്ടും. പുഞ്ചിരിയോടുകൂടി ഒരാളെ നാം അഭിമുഖീകരിക്കുന്നെങ്കിൽ തീർച്ചയായും ആ പുഞ്ചിരി നമുക്ക് തിരിച്ചു ലഭിക്കുന്നതാണ്. പുഞ്ചിരി ഒരു പകർച്ച വ്യാധി, അത് നല്ല ഗുണമായി നമുക്ക് സ്വീകരിക്കാം. നമ്മൾ ഒരാളെ കാണുമ്പോൾ ഒരാളാണ് ആ ഭാഗത്ത് നിന്ന് വരുന്നെങ്കിൽ അയാൾ ചിരിക്കുന്നു, ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ അവർ ചിരിക്കുന്നു, എല്ലാവരിലേക്കും ആ ചിരി പകരുമെന്നില്ല. എന്നാൽ വളരെ ഗൗരവത്തോടുകൂടി മുഖം വീർപ്പിച്ചാണ് നാം ആളുകളെ അഭിമുഖീകരിക്കുന്നെങ്കിൽ അവിടെ നിന്ന് മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അതേ രീതിയിൽ തന്നെയാണ് അവരും നമ്മോട് പെരുമാറുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർ നന്നാകണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എപ്പോഴും നാം നന്നാവണം, എന്റെ പെരുമാറ്റ രീതികൾ മാറ്റണം എന്ന് ചിന്തിച്ചു നോക്കൂ. പല പ്രശ്നങ്ങൾക്കും ഇല്ലാതാക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കുടുംബങ്ങളിലെ, അതുപോലെ തന്നെ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്ന ആളുകളുടെ, നമ്മുടെ സഹവസിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ, സമൂഹത്തിലെ പല ആളുകളെയും ആ നിരക്ക് നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലെ നേരത്തെ നാം കൽപ്പിച്ച ആയത്തുകളിലൂടെയൊക്കെ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം അത് ഏറ്റവും നല്ലതാക്കുവാനാണ് നമുക്ക് എപ്പോഴും ശ്രമിക്കേണ്ടത്. അവിടെ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടെത്തുന്നതിനപ്പുറം നമ്മുടെ കുറവുകൾ നാം മറ്റൊരാളിലേക്ക് വിരൽച്ചോണ്ട് പോകും. അയാളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി അത് പറഞ്ഞു കൊടുക്കുന്നത് തെറ്റൊന്നുമല്ല, ഗുണകാംക്ഷയോടുകൂടി നമുക്ക് പറയാം. അത് അയാളോടാണ് പറയേണ്ടത്. പലപ്പോഴും നമ്മൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ മറ്റൊക്കെ കാണുന്ന സന്ദർഭത്തിൽ അയാളോട് പറയില്ല, മറ്റുള്ളവരോടൊക്കെ നമ്മൾ പറയും. അവിടെ അയാൾ തിരുത്തുക എന്ന ഗുണകാംക്ഷയല്ല നമുക്കുള്ളത്, മറിച്ച് അയാളെ അപമാനിക്കുക എന്നുള്ള ചിന്തയാണ്. എന്നാൽ അയാൾ തിരുത്തണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം നേരെ അയാളോട് പറയും. അയാൾ തിരുത്തുവാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ അയാളെ കൊണ്ട് നാം സ്വീകരിപ്പിക്കുകയും ചെയ്യും. ഈ സമീപനം നമുക്കുണ്ടാവേണ്ടത് ഏറ്റവും നല്ല അത് അങ്ങോട്ട് കൊടുക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് നല്ലത് ഇങ്ങോട്ട് വാങ്ങുവാനുമാണ് നാം ശ്രമിക്കേണ്ടത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സ്വഭാവം ഏറ്റവും മികച്ചതായി നിൽക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാറുണ്ടായി. അത് ഇപ്രകാരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുമ്മ ഹ്ദിനി ലിഅഹ്സനിൽ അഖ്ലാഖ്, അല്ലാഹു ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്ക് എന്നെ നീ വഴി നടത്തണമേ, എനിക്ക് നീ മാർഗദർശനം നൽകണമേ. ലാ യഹ്ദി ലിഅഹ്സനിഹാ ഇല്ലാ അൻത, നീ അല്ലാതെ അതിന്റെ ഏറ്റവും നല്ല ഗുണഗണങ്ങളിലേക്ക് വഴി തെളിയിക്കുന്ന മാർഗദർശനം നൽകുന്ന ഒരാളും തന്നെയില്ല. വസ്രിഫ് അന്നി സയ്യിഅഹാ, അതുപോലെ തന്നെ എല്ലാ മോശമായ കാര്യങ്ങളും എന്നെ നീ അകറ്റണമേ. ലാ യസ്രിഫു അന്നി സയ്യിഅഹാ ഇല്ലാ അൻത, അങ്ങനെ തിന്മകളിൽ നിന്ന് മോശമായ കാര്യങ്ങളിൽ നിന്ന് എന്നെ മാറ്റുവാൻ നിനക്കല്ലാതെ മറ്റൊരാൾക്കും സാധ്യമല്ല. ഈ പ്രവാചകൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈ പ്രാർത്ഥന നമ്മുടെ ഈ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഒരിക്കൽ കൂടി ഞാൻ അത് ഉച്ചരിക്കാം. അല്ലാഹുമ്മ ഹ്ദിനി ലിഅഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദി ലിഅഹ്സനിഹാ ഇല്ലാ അൻത വസ്രിഫ് അന്നി സയ്യിഅഹാ ലാ യസ്രിഫു അന്നി സയ്യിഅഹാ ഇല്ലാ അൻത. നമുക്കൊക്കെ ഇത് പരിശോധിച്ചാൽ ലഭ്യമാകും. പ്രാർത്ഥന കാണാതെ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുക. നല്ല സ്വഭാവത്തിൽ ആളുകളോട് നല്ല നിലയിൽ വർദ്ധിക്കുന്ന
ആ രീതിയിലേക്ക് മാറുവാൻ നാം ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ചില സന്ദർഭത്തിൽ ചില ഈ വ്യക്തിത്വ വൈകല്യങ്ങൾ, പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവും ചില ആളുകൾക്ക്. ചിലപ്പോൾ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചില സന്ദർഭത്തിൽ ചില ആളുകൾ അവർ പറയുന്ന അഭിപ്രായം, അതുപോലെ തന്നെ അവരുടെ ചിന്താഗതികൾ, അത് മാത്രമാണ് ശരി. അത്തരം ആളുകളോടൊപ്പം ജീവിക്കുക തന്നെ വളരെ പ്രയാസകരമായി. അവരെ അത് ബോധ്യപ്പെടുത്തലേക്കുണ്ടായി. അത്തരത്തിലുള്ള പ്രകൃതം നമുക്കുണ്ടോ എന്ന് നാം പരിശോധിക്കുക. എൻ്റെ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായങ്ങൾ പറഞ്ഞ് അത് മാനിക്കപ്പെടാതിരുന്നാൽ അയാൾക്ക് ഒരു തരത്തിലുള്ള അപകർഷതാബോധം, ഒരു തെറ്റായ ചിന്തയും വരുന്നു. ഇത് ഇതിന്റെ ഭാഗം തന്നെയാണ്, ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗം തന്നെയാണ്. അവിടെ നമ്മെക്കാൾ കൂടുതൽ മികച്ച അഭിപ്രായം മറ്റൊരാൾ പറയുന്നുണ്ട് എങ്കിൽ അത് സ്വീകരിക്കുന്നതിന് എന്തിന് നാം പ്രയാസപ്പെടണം? വിനയമാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. ആ വിനയം എന്നുള്ളത് നാളെ പാരത്രിക ലോകത്ത് കൂടി നമുക്ക് ഗുണകരമാകുന്ന കാര്യമാണ്. പരലോകം, സ്വർഗം, അത് തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നത് വിനയാന്വിതരായ ആളുകൾക്കാണ്. അവിടെ ഉലുഫ്, ഔദിത്യബോധം നൽകുന്ന, അല്ലെങ്കിൽ അഹങ്കാരത്തോടു കൂടി വരുന്ന ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല. ആ ഭവനം തയ്യാറാക്കിയിരിക്കുന്നത് വളരെ വിനയാന്വിതരായ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്കാണ്. ഔദിത്യബോധത്തോടു കൂടി അങ്ങനെ ജീവിക്കാത്ത ആളുകൾക്ക് വേണ്ടി, ആ ഭവനത്തിന് വേണ്ടി നാം ശ്രമിക്കുക, നാം അധ്വാനിക്കുക. അതിനുവേണ്ടി നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ, പെരുമാറ്റ രീതികളൊക്കെ നാം മാറ്റിയെടുക്കുക. ഇസ്ലാമിന്റെ എത്തിക്സ് അനുസരിച്ചുള്ള സ്വഭാവ പെരുമാറ്റങ്ങൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ, ഹദീസുകളിലൂടെ ഒക്കെ തന്നെ നമുക്ക് പഠിച്ചെടുക്കുവാൻ സാധിക്കും. മറ്റ് ഇന്ന് നാം പഠിക്കുന്ന സോഫ്റ്റ് സ്കില്ലുകളെക്കാളും, അതുപോലെ തന്നെ ഈ ഭൗതിക ലോകത്ത് നമ്മുടെ പെരുമാറ്റ മര്യാദകൾ പല രീതിയിൽ പഠിക്കപ്പെടുന്നു. അതിനേക്കാളൊക്കെ ശ്രേഷ്ഠകരമാണ് ഈ ഇസ്ലാമിക അധ്യാപനങ്ങൾ എന്ന് തിരിച്ചറിയുകയും ആ രീതിയിൽ വളരുവാൻ നമുക്ക് കഴിയുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സ്വഭാവങ്ങൾ ഏറ്റവും നല്ല രീതിയിലാക്കുവാനുള്ള അല്ലാഹു